നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്വൽസ് അർച്ചനയ്ക്ക് കിട്ടിയോന്നറിയണം. അതിപ്പോ എങ്ങനെ അറിയും? എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. ഞാനത് ഓർക്കാൻ ഇപ്പൊ ഇഷ്ടപ്പെടുന്നുമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിന് പറ്റിയ സ്ഥലവും സന്ദർഭവും ഇതല്ല. സാറേ ഇതാ വരുന്നു. ഏട്ടത്തി എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ ആളില്ലായിരുന്നു. പിന്നെ അവര് വരുന്നവരെ കാത്തു നിന്നു. എന്നിട്ട് എന്തായി ഏട്ടത്തി? CCTV ഫുട്ടേജ് കിട്ടിയോ? ഇല്ല. എന്ത് പറഞ്ഞിട്ടും അവര് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കണ്ട സമയം മുതലാണെങ്കിൽ ദേഷ്യവും. അവരുടെ ആവശ്യത്തിനാണ് അവര് CCTV വെച്ചിരിക്കുന്നതെന്നും നാട്ടുകാരെ സഹായിക്കാനല്ലെന്നും പറഞ്ഞ് ഒരു ചുമ്മാ കടന്നു ബഹളം. ഇനി എന്ത് ചെയ്യാ ഏട്ടത്തി? അനൂപേടിനെ കൊണ്ടോ മീരടുത്തെ കൊണ്ടോ ഒരു പരാതി കൊടുപ്പിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നാ സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. അതെന്തായി നോക്കണം. എന്നിട്ട് ഇന്ന് പോയ വീട്ടില് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. എന്റെ സംശയം അതല്ല. സംസാരിക്കുന്നതിനിടയ്ക്ക് CCTV ഫുട്ടേജ് ചോദിച്ച് ഇന്നലെ ഒരാൾ അവിടെ ചെന്നിരുന്നു എന്ന് അവര് പറഞ്ഞു. അതാരാവും? അത് ഏട്ടത്തി ചോദിച്ചില്ലേ? ചോദിച്ചു. അവര് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പോ നമ്മളെപ്പോലെ തന്നെ ആ CCTV ഫുട്ടേജിന് ആവശ്യക്കാര് വേറെയുണ്ട്. ഒരു കാര്യം ഉറപ്പാ ഏട്ടത്തി, നമുക്ക് മുൻപ് അത് അവരുടെ കയ്യിൽ കിട്ടിയ അത് പിന്നെ നശിപ്പിക്കപ്പെടും. പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. അതിനു മുൻപ് പോലീസിനെ കൊണ്ടെങ്കിലും അത് വാങ്ങിപ്പിക്കണം. അർച്ചന, താനിപ്പോ എത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ CCTV ഫുട്ടേജ് കിട്ടാത്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടാ വരുന്നേ. ഇന്ന് മൊഴിയെടുക്കാൻ പോലീസ് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പ്രഥമ അന്വേഷണം കഴിയട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ടൗൺ CI ഒരു സ്ത്രീയാ. ഞാൻ അറിഞ്ഞിടത്തോളം അവരത്ര ചില്ലറക്കാരിയല്ല. അവരുടെ അന്വേഷണം ഏത് വഴിക്ക് പോകുന്നതെന്ന് നോക്കാം. എന്നിട്ട് CCTVയുടെ കാര്യം നമുക്ക് അവരോട് പറയാം. അനൂപേട്ടനും മീരയെടുത്തെയും അവരുടെ സംശയം പറഞ്ഞ് നമ്മൾ ഈ കാര്യം കൂടി പറയുമ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് ആ CIക്ക് കിട്ടാതിരിക്കില്ല. സച്ചേട്ടന് ആ CIയുടെ പേരറിയോ? എങ്കിൽ നമുക്ക് ശാലിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് സംസാരിക്കായിരുന്നു. അവരുടെ പേരെന്തോ പറഞ്ഞല്ലോ. രാജമല്ലിക, അതാ അവരുടെ പേര്. രാജമല്ലിക. എന്തായാലും അവര് വരട്ടെ. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.